السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. ഏറെ സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ ബഹുമാന്യരായ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, മറ്റു ബഹുമാന്യ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ സദസ്സിന് പുറത്ത് ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ ഒരു മതം മാനവരാശിക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മതത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. ഇൻസാലുൽ കുതുബ് വ ഇർസാലുർ റുസുൽ, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. ആ വേദഗ്രന്ഥങ്ങളെ വിശദീകരിക്കാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. എൻ്റെ ബഹുമാന്യ വ്യക്തിത്വങ്ങളും ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച ഒരു മതമല്ല ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. ആദിമ മനുഷ്യനും ആദിമ പ്രവാചകനുമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇസ്ലാം എന്നത് നിലനിൽക്കുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആനാവട്ടെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ള അവന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. പ്രിയമുള്ളവർ, അതിൻ്റെ ഏറ്റവും അടിത്തറയിലുള്ള ഒരു വിഷയം മാത്രമാണ് പരിമിതമായ സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ മക്ക കാലഘട്ടങ്ങളിലും മദീന കാലഘട്ടങ്ങളിലുമായി അവതരിക്കുമ്പോൾ ആ മക്ക കാലഘട്ടങ്ങളിൽ അവതീർണമായ സൂറത്തുകളിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിൻ്റെ ഏകദൈവാരാധനയിലായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യമായി വന്നിട്ടുള്ളത് മദീന കാലഘട്ടങ്ങളിൽ അവതീർണമായിട്ടുള്ള ആയത്തുകളിലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തൗഹീദ്, ഏകദൈവാരാധന എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഒരു ബേസിക് തിയറി എന്നുള്ള രീതിയിൽ വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെയും സൂറത്ത് ബഖറയിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജനങ്ങളെയും വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളുടെ ആരാധന ആർക്ക് വേണ്ടി സമർപ്പിക്കണമെന്നുള്ളതാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണമെന്നാണ്. മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു അഭിസംബോധനമല്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവിടെ നടത്തിയത്. മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ അള്ളാഹുവിനെ ആരാധിക്കണമെന്നും ഖുർആൻ അവിടെ പറഞ്ഞില്ല. മാനവരാശിയായി ആരെല്ലാം ഉണ്ടോ, ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസ്ലിമിനെയും സിഖുകാരനെയും ജൈനനെയും ബൗദ്ധനെയും പാർസിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? ഒരു വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത ഒരു ആദർശത്തിന് പ്രതിനിധാനം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റബ്ബക്കുമുല്ലദീ ഖലഖക്കും, ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവികരെ, അച്ഛനമ്മമാരെ, മാതാപിതാക്കളെ, ജ്യേഷ്ഠകാരണവന്മാരെ ആരാണോ പടച്ചത് അവരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ആരാധന ആർക്ക് കൊടുക്കണമെന്നുള്ളിടത്ത് കൃത്യമായ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഒരു വിരിപ്പായി സംവിധാനിച്ചു തന്നവൻ ആരുണ്ടോ? ഗോളാകൃതി എന്ന് പറയുന്ന, ഓവൽ ഷേപ്പ് എന്ന് പറയുന്ന ഭൂമിയെ അതിന്റെ സൈഡ് വശങ്ങളിലായി മനുഷ്യൻ ജീവിക്കുമ്പോഴും അവന്റെ ബുദ്ധിമണ്ഡലങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അതിനെ പരന്നതായി തോന്നുമാറ് പന്തുരുളുന്ന പോലെ ഉരുളുന്ന ഭൂമിയിലും സുരക്ഷിതാവസ്ഥമായ രീതിയിലൂടെ അതിൽ അവൻ കഴിയുമ്പോ ആരാണോ ആ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഒരു വിരിപ്പായി സംവിധാനിച്ചത് ആ നാഥനെ നിങ്ങൾ ആരാധിക്കണം. വഅൻസല മിനസ് സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്ന് വെള്ളമിറക്കി തന്നവനാരോ, വസ്സമാഅ ബിനാഅ, ഉപരിഭാഗത്തെ മേൽക്കൂരയായി വെച്ചവനാരുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ
31-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാം ഒരു തൂണും ഇല്ലാത്ത രൂപത്തിലാണ് അല്ലാഹു തആല ആകാശങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. അതിനൊരു മേൽക്കൂരയാക്കി തന്നിട്ടുണ്ട്. മനുഷ്യൻ ജീവിക്കുന്നതിന്റെ 20-25 കിലോമീറ്ററുകൾക്ക് മുകളിലായി ഓസോൺ ലെയറുകൾ എന്ന് പറയുന്ന സുരക്ഷിതമായ കവചം മനുഷ്യന്റെ ജീവന ഭീഷണിയാവുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്ന സംവിധാനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു തന്നവൻ ആരുണ്ടോ ആ നാഥനെ ആരാധിക്കണം. ആരാണോ ഉപരിഭാഗത്തുനിന്ന് വെള്ളമിറക്കി തരുന്നത്, ആരാണോ സസ്യലതാദികളെ മുളപ്പിച്ചു തരുന്നത്, ആരാണോ കായ്ക്കനികളെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്, അത് ഏകനായ റബ്ബാണെങ്കിൽ അവിടെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദിന്റെ പ്രഖ്യാപനം വരുന്നത്. ഫലാ തജഅലൂ ലില്ലാഹി അംദാദ, ആ അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ വെച്ചു പോകാൻ പാടില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ഖുർആനുൽ അളീമിലൂടെ പറഞ്ഞു, തശ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ് വ തശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്, സൃഷ്ടിയെ സൃഷ്ടാവിനോട് സാദൃശ്യപ്പെടുത്തുകയോ സൃഷ്ടാവിനെ സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തുകയോ ചെയ്താൽ അവിടെ ശിർക്ക് കടന്നു വരുമെന്നാണ്. അള്ളാഹു കാണുന്ന പോലെ ആരും കാണുമെന്ന് പറയാനില്ല. അള്ളാഹു കേൾക്കുന്ന പോലെ ആരും കേൾക്കുമെന്ന് വിശ്വസിക്കാനില്ല. അള്ളാഹു അറിയുന്നത് പോലെ ഒരാളും അറിയുമെന്ന് വിശ്വസിക്കാനില്ല. അതുകൊണ്ട് തന്നെ പരിപൂർണമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശുദ്ധ ഖുർആൻ അവിടെ അഭിസംബോധന ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാധനകൾ കൊടുക്കപ്പെടേണ്ടുന്ന ആ റബ്ബിന്റെ പ്രത്യേകതകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാറ്റിന്റെയും നിയന്ത്രാവ്, എല്ലാം പരിപാലിക്കുന്നവൻ ഏകനായ റബ്ബായിരിക്കെ അടുത്ത പോയിന്റ് അവിടെയാണ്. ആ റബ്ബിനാണ് ആരാധനയെങ്കിൽ ആരാധനയുടെ അടിസ്ഥാനപരമായ വിഷയം അഥവാ പ്രാർത്ഥനകൾ പോലും നടത്തേണ്ടത് അള്ളാഹുവിനോടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിക്കുന്ന, അവനെ പരിപാലിക്കുന്ന, നടക്കാനുള്ള കാലം, പിടിക്കാനുള്ള കയ്യും, ചിന്തിക്കാനുള്ള ബുദ്ധിയും, ശ്വസിക്കാനുള്ള വായുവും എല്ലാം കൊടുത്ത റബ്ബിനോട് അവന്റെ കരങ്ങൾ ഉയർത്തുന്നതിന് പകരം അവന്റെ പടപ്പുകളിലേക്ക്, സൃഷ്ടികളിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന ദയനീയമായൊരു സാഹചര്യം പ്രബുദ്ധരെന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ പോലും കാണപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അതിനു വേണ്ടി പല മാനദണ്ഡങ്ങളും പറയപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന നടത്തേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. ആളുകൾ പറയും പ്രവാചകന്മാർ ഉന്നതരായ ആളുകളല്ലേ, മഹത്തുക്കളായ ആളുകളല്ലേ, ഔലിയാക്കൾ എന്ന് പറഞ്ഞ ശ്രേഷ്ഠതയുള്ള ആളുകളല്ലേ. പ്രവാചകന്മാരുടെ ഔന്നത്യത്തിന്റെ കാര്യത്തിലോ അതുപോലെ തന്നെ ഔലിയാക്കൾക്ക് ലഭിക്കുന്ന അവരുടെ കറാമത്തുകളുടെ വിഷയത്തിലോ ഒരു മുജാഹിദുകാരനോ ഒരു സലഫികൾക്കോ ഒരു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർക്കോ തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷേ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ, പ്രാർത്ഥനകൾ കേൾക്കാൻ, ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ്. നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, കൊടുത്ത കഴിവ് കൊണ്ട് ഇങ്ങനെയൊരു തേട്ടങ്ങളുടെ മേഖലകളില്ല. നോക്ക്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായി കൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. ആ പ്രവാചകന് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. എങ്കിൽ മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകനോടോ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടോ ഒരു പ്രാർത്ഥന പോലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ കാണപ്പെടാൻ സാധ്യമല്ല. മറിച്ച് എല്ലാ പ്രാർത്ഥനയും ആരോടാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. ഖുർആനിൽ ഔലിയാക്കളുടെ പ്രാർത്ഥനയുണ്ട്, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ബീവിമാരുടെ പ്രാർത്ഥനയുണ്ട്, സജ്ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, ബുദ്ധിയുള്ളവന്റെ പ്രാർത്ഥന എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വഅയ്യൂബ إذ نادى ربه أني مسني الضر وأنت أرحم الراحمين قال رب انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا സ്ക്വയർ ഫീറ്റുകളൊക്കെ പേപ്പറുണ്ടോ? അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനകൾ എഴുതി തരാം. എന്നാൽ അള്ളാഹുവിന്റെ പടപ്പുകളോട്, ഒരു പ്രവാചകനോട്, ഉന്നതരായ ആളുകളോടുള്ള പ്രാർത്ഥന അരവരി പോലും നമുക്ക് അവിടെ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ ആലോചിച്ചു നോക്ക്, ഇത്രയൊക്കെ സ്ഥാനങ്ങളും മഹത്വങ്ങളും ഒക്കെ പറഞ്ഞിട്ടും
അർത്ഥശങ്കക്കിടയില്ലാതെ വിധം കാലാന്തരങ്ങളിലൂടെ കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ജിന്നിന്റെ 20-ാമത്തെ ആയത്തിൽ ആ പ്രവാചകൻ പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ പ്രഖ്യാപനം അള്ളാഹുവിനോട്, എല്ലാവരുടെ തേട്ടവും അള്ളാഹുവിനോട്, എല്ലാവരും പഠിപ്പിച്ചതും സാക്ഷാൽ ഇന്ന് ജനങ്ങൾ മഹത്വവൽക്കരിച്ച് ആരോടൊക്കെ തേടുന്നുവോ അവരെ മുഴുവനും പഠിപ്പിച്ചതും റബ്ബിനോട് തേടാൻ. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ആലോചിക്കും, ഇത്രയൊക്കെ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ വ്യക്തമായി പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആരാധനകളിലേക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഒരു ദിവസം ഒന്നുമല്ലെങ്കിൽ 17 തവണ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി ഒരു വിശ്വാസി എടുക്കുന്ന പ്രതിജ്ഞയുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അല്ലാഹ്. ഈ പ്രാർത്ഥനയുടെ വിശദീകരണം നൽകിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. ഇന്ന് സൗദി അറേബ്യയിൽ പോയാൽ മദീനയുടെ ബഖീന്റെ ഖബർസ്ഥാനിൽ ഉഹദ് ശുഹദാക്കളുടെ മറവ് ചെയ്യപ്പെട്ട സ്ഥാനങ്ങളിൽ സൗദി ഗവൺമെന്റ് എഴുതി വെച്ചൊരു ബോർഡ് കാണാം. ഇവിടെയുള്ള ശുഹദാക്കളോടോ സ്വഹാബത്തിനോടോ നിങ്ങൾ ഇസ്തിആസ സഹായ നേട്ടം നടത്താൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ ഇസ്തഅൻത ഫസ്തഈൻ ബില്ലാ, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണേ, സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണേ എന്നുള്ളതാണ്. ഇനിയാണ് വിഷയം. ഇങ്ങനെയൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിട്ടും എവിടെയാണ് പിഴവുണ്ടായത്? ഇന്ന് പണ്ഡിത ലോകം ആളുകളോട് പറഞ്ഞു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രശ്നവുമില്ല. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അവരെ ഇലാഹാണെന്നോ റബ്ബാണെന്നോ വിശ്വസിക്കാത്ത കാലത്തോളം അവരോട് തേടിയാൽ ഒരിക്കലും അബദ്ധം പറ്റുകയില്ല എന്ന് സാക്ഷാൽ ഷിയാക്കളുടെ ഖുമൈനി തന്റെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിലൂടെ പഠിപ്പിച്ച ശുദ്ധമായ ഷിയായിസം പിഴച്ചവാദം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിന്റെ അടിവേര് താണ്ടി നമുക്ക് ചെറിയ പരിമിതമായ സമയത്തിൽ ഒരു യാത്ര മാത്രം നടത്തി ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സംസാരത്തോട് വിട പറയും. നിങ്ങൾ നോക്ക്, ഇന്ന് അള്ളാഹുവിന്റെ വിശേഷണങ്ങള് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്. സമീ എന്ന് പറയുന്ന എല്ലാം കേൾക്കുന്നവൻ അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കുന്നു. എല്ലാം കാണുന്നവൻ എന്ന് പറയുന്ന ബസീർ എന്ന് പറയുന്ന പദം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുക്കുന്നു. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനെന്ന് അലീം എന്ന് പറയുന്ന പദം അലീമും ബിദാത്തി സുദൂർ, മനുഷ്യ മനസ്സുകളിലുള്ള കാര്യങ്ങൾ പോലും അറിയാനുള്ള കഴിവ് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമീഉ ദുആ, പ്രാർത്ഥനയെ കേൾക്കുന്നവനെന്ന് ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവൻ ആരാണ്? അത് അള്ളാഹുവിൽ നിന്ന് മാറ്റി ഔലിയാക്കളാണ്, ഇന്ന് മഹത്തുക്കളാണ്. കോഴിക്കോടിന്റെ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്തിനടുത്തുള്ള അവിടെയുള്ള ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന CM അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന വാദം സമുദായത്തിലൂടെ കടന്നു വന്നു. എന്നാൽ നമ്മൾ ആലോചിക്കണം, ഈ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന പദം 2018 പ്രളയം കഴിഞ്ഞ് ആളുകൾക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത സാഹചര്യം, പിന്നീട് കൊറോണ വൈറസിന്റെ കാലഘട്ടം, ഓൺലൈനിലൂടെ മതം പഠിക്കാൻ തുടങ്ങുമ്പോൾ കുറെ CM മടവൂരിന്റെ മുരീദുമാര് പ്രത്യക്ഷപ്പെടുകയും പറഞ്ഞ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത്, ലോകം നിയന്ത്രിക്കുന്നത്, ആകാശത്തിന്റെ വിഹായസിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളും അതിന്റെ ഉയരങ്ങളെ ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് നീങ്ങുന്ന വിമാനങ്ങൾ പോലും നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ്. അവരൊന്ന് കണ്ണു ചിമ്മിയാൽ ഫ്ലൈറ്റുകൾ കൂട്ടിയിടിക്കുമെന്ന് പറയുന്ന അവസ്ഥകളിലേക്ക് ശുദ്ധ അസംബന്ധങ്ങൾ വരുമ്പോ, പ്രിയമുള്ളവരെ, അതൊരു പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കടന്നു വന്നതാണോ? അടിവേരിൽ ഒന്നാമതായി പഠിക്കേണ്ടത് ജൂദായിസത്തെയാണ്, യഹൂദികളെയാണ്. ഇസ്ലാമിനെ ആന്തരികമായും ബാഹ്യമായും അറ്റാക്ക് ചെയ്യാൻ, തകർക്കാൻ ശ്രമിക്കുന്ന ജൂതന്മാർ
അതിനുവേണ്ടി പുറത്തു നിന്നുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞു. അവിടെ കഴിയാതിരിക്കുമ്പോഴാണ് അതിനുള്ളിലൂടെ അവർ കടന്നു വരുന്നത്. നിങ്ങൾ നോക്ക്, ഷിയായിസങ്ങളും ഖവാരിജിയ്യത്തും ഷീഇസത്തെ കൊണ്ടുവന്നതും യഹൂദികളുടെ സൃഷ്ടികളാണ് എന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന മനുഷ്യനിലൂടെ ആ ഷിയായിസത്തെ സ്ഥാപിക്കാൻ അവരെ കൊണ്ട് സാധ്യമായി. ത്വരീഖത്തുകളും സൂഫിസങ്ങളും കടന്നു വന്നത് ഈ ഷിയായിസത്തിന്റെ ബ്രാഞ്ചിലൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒന്ന്, ഇതിനെ കൊണ്ടുവന്ന യഹൂദികൾ, ജൂതന്മാർ ഷിയായിസത്തിനെ സ്ഥാപിക്കുന്നു. അവർ കടന്നു വരുന്നത് ഞങ്ങൾക്ക് നബി കുടുംബത്തോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഷിയത്തു അലി എന്ന പേരിൽ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവരൊന്നിനെ സ്ഥാപിക്കുമ്പോൾ ഇസ്ലാമിനെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അവർക്ക് ദേഷ്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവർക്ക് വൈരാഗ്യമാണ്. പ്രിയമുള്ളവരെ, എത്രത്തോളം എന്നറിയുമോ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുന്നിടത്ത് പോലും ഷിയാക്കളാണ് അവരിരച്ച കയറി വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ച് പാരായണം ചെയ്യുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് പ്രഹരിച്ച് ആ രക്തം വിശുദ്ധ ഖുർആനിൽ വീണിട്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് നിന്ന് വിട പറയുന്നത്. പ്രവാചകന്റെ പല പ്രിയപ്പെട്ട സ്വഹാബത്തിനെയും കാഫിറുകളാക്കി ഷിയാക്കൾ ചിത്രീകരിച്ചു. എന്തിനേറെ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരാരോപണങ്ങൾ നടത്തി. അവരുടെ പേര് കേൾക്കുമ്പോൾ ശാപപ്രാർത്ഥനകൾ നടത്തണമെന്ന് ഷിയാക്കള് പറഞ്ഞു. അവർക്ക് ഇസ്ലാമിനോട് ഒരു ബന്ധവുമില്ല. എന്നിട്ട് അവർ ഫോക്കസ് ചെയ്തത് എവിടെയാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നുള്ള രൂപത്തിലാണ്. ഇസ്ലാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആ ഉമ്മത്തിൽ കടന്നു വന്ന ഒന്നാമത്തെ ജാറം ഏതാണെന്ന് പരിശോധിച്ചാൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജാറമായിരുന്നു എന്ന് ചരിത്രത്തിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ്. ഇനി പ്രിയമുള്ളവരെ, അലി റളിയല്ലാഹു അൻഹുവിനെ വാഴ്ത്തിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹ്ദിയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി പോലുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അലിക്ക് കൊടുക്കേണ്ടുന്ന വഹിയിനെ ആളുമാറി തെറ്റിക്കൊടുത്തതാണ് എന്ന് പറയുന്ന അസംബന്ധങ്ങളെ അവർ പ്രചരിപ്പിച്ചു. അവസാനം അവർ പറഞ്ഞു വന്നു, ആ അലിയാണ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവൻ ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നാൽ മുഹമ്മദ് നബി അംഗീകരിക്കുന്നവർ പറഞ്ഞു, മുദബ്ബിറുൽ ആലമുൽ അവ്വൽ, ഒന്നാമത്തെ ലോകം നിയന്ത്രിക്കുന്നവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുദബ്ബിറുൽ ആലമുൽ താനി, രണ്ടാമത് ലോകം നിയന്ത്രിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന പിഴച്ച വാദം ലോകത്താദ്യമായി സ്ഥാപിക്കുന്നത് ഷിയാക്കളായ ആളുകളായിരുന്നു. പ്രിയമുള്ളവരെ, അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത പണിയാണ് സൂഫിസത്തിലേക്ക് ഉള്ളൊരു കടന്നുകയറ്റമാണ്. ആ സൂഫിസത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, തസവുഫിന്റെ പേരിൽ അതിനെ മാറ്റുമ്പോൾ അതിനുവേണ്ടി നേതൃത്വം കൊടുത്തവർ അബൂ ഹാഷിമുൽ കൂഫി, അതുപോലെ ജാബിർ ബിൻ ഹയ്യാൻ, അതുപോലെ അബ്ദുൽ കരീം സൂഫി. ഈ മൂന്നാളുകളെ ഞാൻ പറയുമ്പോൾ ഇതിൽ രണ്ടുപേരും കടുത്ത ഷിയാ വിശ്വാസികളും ഷിയായിസത്തിന് വേണ്ടി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളുകളുമാണ്. എന്നാൽ അതിൽ മൂന്നാമത് പറഞ്ഞ വാക്കുണ്ടല്ലോ, അബ്ദുൽ കരീം സൂഫി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു സിന്ദിഖാണ്, നിരീശ്വരവാദിയായ മനുഷ്യനാണ്. ഇവര് മൂന്ന് പേരും കൂടെ ചേർന്നുണ്ടാക്കിയതാണ് സൂഫിസം എന്ന് പറയുന്നത്. എല്ലാ ത്വരീഖത്തുകളും അതിന്റെ ചങ്ങലകൾ അവസാനിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബിലാണ്. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്താറില്ല, ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്താറില്ല, ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് എത്താറില്ല. അങ്ങനെ സൂഫിസം ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ സൂഫിസത്തെയാണ് ഇന്ന് കേരളത്തിലെ സമസ്ത എന്ന് പറയുന്ന വിഭാഗം ഏറ്റെടുത്തിട്ടുള്ളത്. ഷിയായിസത്തിന്റെ അടിവേരുള്ള സൂഫിസത്തിനെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഇവിടെയുള്ള ഖാദിരിയ, റിഫായിയ, നക്സബന്ദിയ, ഹൈദ്രൂസിയ, ചിശ്തിയ, ഏത് ത്വരീഖത്തുകൾ എടുത്താലും അവസാനം ഇന്ന് വന്നു നിൽക്കുന്ന കുരുവട്ടൂര് ത്വരീഖത്തിനെ വരെ എടുത്തു പരിശോധിച്ചാലും അതിന്റെ അടിവേരുകൾ വന്നു നിൽക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ഇവിടെയാണ് ഷിയാക്കൾ തെരഞ്ഞ് തന്ത്രം നടക്കുന്നത്. ഇനി കേരളത്തിൽ സമസ്ത പുറത്തിറക്കിയ അൽ മുബാറക് എന്ന് പറയുന്ന മാസികയുണ്ട്. 4 പതിറ്റാണ്ടുകൾക്ക് പിറകിലാണ് കേരളത്തിൽ അൽ മുബാറക് ഇറങ്ങുന്നത്. അതിലൊരു ഹെഡിങ് ഉണ്ട്, സമസ്തയും സുന്നികളും ഷിയാക്കളും വഹാബികളും മൗദൂദുകളും എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ അവർ പറയുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷിയാക്കൾ സുന്നികൾ തന്നെയാണ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷിയാക്കൾ സുന്നികൾ തന്നെയാണ്.
അടിസ്ഥാന വിഷയമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും ഒന്നിക്കുന്നുണ്ട് എന്ന് സമസ്തയുടെ മാസികയിലാണ്, അൽ മുബാറക് മാസികയിലാണ് പറഞ്ഞത്. അഥവാ ഷിയായിസത്തിന്റെ വിശ്വാസമാണ്. അതാണ് പ്രിയമുള്ളവരെ മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്നുള്ള രീതിയിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, ഷിയാക്കളുടെ അടുത്ത വാദം നബിമാരെക്കാളും ഉന്നതമായ ദറജയിലേക്ക് ഒരുപക്ഷെ ഔലിയാക്കൾ കടന്നു വരും. അഥവാ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൽ ലയിച്ച് ഒന്നായി തീരുമെന്നുള്ളതാണ്. അതിന്റെ പുതിയ വേർഷനുകളാണ് നമ്മൾ കേൾക്കുന്ന മജ്ദൂബ്, തനി ഭ്രാന്തായി പോകുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അതിന്റെ അർത്ഥത്തിലാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യർ റൊട്ടി തിന്നുമ്പോൾ പറയാൻ റബ്ബ് റബ്ബിനെ തിന്നുകയാണ് എന്ന് പറഞ്ഞാൽ റൊട്ടി റബ്ബാണ്, ആ മനുഷ്യൻ റബ്ബാണ്, എല്ലാം ലയിച്ചൊന്നായി തീരുന്നു. മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാ, ഈ ജുബ്ബയുടെ ഉള്ളിൽ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അഥവാ ജുബ്ബയുടെ ഉള്ളിലുള്ളതും റബ്ബാണ്, എല്ലാം ഒന്നായി തീരുന്ന പ്രവണത. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ വാദമൊക്കെ സമസ്തക്കുണ്ടോ? അവരറിഞ്ഞോ അറിയാതെയോ ഈ ഷിയായിസത്തിനെ പേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വാക്കാണ് ലാ മൗജൂദ ഇല്ലല്ലാ. റാത്തീബുകളിൽ, ആലപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, പള്ളികളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് ലാ മൗജൂദ ഇല്ലല്ലാ. അല്ലാഹുവല്ലാതെ ഒന്നുമില്ല. അവനും അവളും അവരും അല്ലാഹുവാണ്. 111 തവണ റാത്തീബിനിടയിൽ വിളിച്ചു പറയുന്ന വാക്കുകൾ ഷിയായിസങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് ആർക്കുള്ളതാണ്? അല്ലാഹുവിനുള്ളതാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കല്ലാത്ത മഹത്വം 16 ലോകങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം ഔലിയാക്കൾക്ക് എന്നുള്ളതാണ്. അപ്പൊ 16 ലോകം ഏതാണെന്ന് ചോദ്യം വന്നപ്പോ പറഞ്ഞു, ആകാശവും ഭൂമിയും ദുനിയാവും പരലോകവും ഉൾക്കൊള്ളുന്നത് ഒരു ലോകമാണ്. അങ്ങനത്തെ 16 ലോകങ്ങളുടെ അറിവുള്ള മനുഷ്യനാണ് CM മടവൂർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. അടുത്ത വാദം, പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഭാഷയും ജിന്നുകളുടെ ഭാഷയും മരത്തിന്റെയും പക്ഷികളുടെയും കാട്ടുജീവികളുടെയും ഭാഷ അറിയുന്ന വ്യക്തികൾക്ക് വലിയാവാൻ കഴിയുള്ളൂ. ആ ഭാഷ അറിയുന്ന വ്യക്തിത്വമാണ് CM മടവൂർ എന്ന് പറയുന്ന വാദഗതി ആളുകൾക്കിടയിലൂടെ കൊണ്ടുവരുമ്പോ, പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയത്തിൽ ആധികാരികമായി കുറച്ചൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇത്രയൊക്കെ മഹത്വവൽക്കരിക്കുന്ന CM മടവൂർ ആരാണെന്ന് അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല, ലോകം നിയന്ത്രിക്കുന്ന അല്ലാഹുവാണോ എന്ന് മനസ്സിലാക്കാൻ വെറും 10 പോയിന്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. നിങ്ങൾ നോക്ക്, ക്യാപിറ്റൽ ബുക്സ് ഓഫ് ഇന്റർനാഷണൽ, കോഴിക്കോട് മർക്കസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുസ്തകമാണ്. അവരിറക്കിയ പുസ്തകത്തിന്റെ പേരാണ് CM വലിയുള്ള എന്ന് പറയുന്ന ഒരു പുസ്തകം അവരിറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട് ആരാണ് CM മടവൂർ എന്ന് പറയുന്നുണ്ട്. ഈ CM മടവൂർ അല്ലാഹുവാണോ വലിയായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഒന്ന്, CM മടവൂരിന്റെ പ്രത്യേകത, ആ CM മടവൂര് നമസ്കരിക്കാറില്ല, CM മടവൂര് നിസ്കരിക്കാറില്ല. CM മടവൂരിന്റെ ഉസ്താദ് പുലിമൊയ്തീനും അദ്ദേഹവും നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. മമ്മൂട്ടി മുസ്ലിയാരുടെ വീട്ടില് 3 വർഷങ്ങളോളം താമസിച്ചപ്പോ ഒരേ ഒരു ഇശാവും ഒരേ ഒരു മഗ്‌രിബും മാത്രമാണ് നമസ്കരിച്ചിട്ടുള്ളത്. CM മടവൂരിന്റെ വിലായത്തിന്റെ 3-ാം ഘട്ടത്തിൽ നമസ്കാരത്തിന് പകരം സുജൂദ് മാത്രമാണ് ചെയ്തത്. ആ നിസ്കരിക്കാത്ത മനുഷ്യനാണത്രേ ലോകം നിയന്ത്രിക്കുന്ന വലിയായി മാറുന്നത്. പ്രിയമുള്ളവരെ, അത് യാഥാർത്ഥ്യമായി മാറുമോ? ഇനി രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, CM മടവൂര് നോമ്പെടുക്കാറില്ല. ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 99 പറയുന്നു CM മടവൂരെ ഒരിക്കലും നോമ്പെടുക്കാറില്ല. നിസ്കരിക്കാത്ത മനുഷ്യന് മുസ്ലിം ആകുമോ? മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ആരതിന് ഉപേക്ഷ വരുത്തിയോ അവൻ കാഫിറായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2-ാം അധ്യായത്തിലെ 183-ാമത്തെ ആയത്തിൽ വിശ്വാസികളെ നിങ്ങൾക്ക് നിർബന്ധമാണ് നോമ്പെന്ന് പറഞ്ഞ ആ നോമ്പ് CM മടവൂർ എടുക്കാറില്ല. 3-ാമത്തെ വിഷയം അതേ പേജിൽ തന്നെ പറയുന്നു, മറ്റുള്ള നോമ്പെടുത്ത ആളുകളെ ഭക്ഷണം കൊടുത്തും വെള്ളം കൊടുത്തും CM മടവൂർ നോമ്പ് മുറിപ്പിക്കുമായിരുന്നു. ജനങ്ങളെ നോമ്പെടുക്കാൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യനാണ് അള്ളാഹുവിന്റെ വലി എന്ന് പറയുന്നത്. 4-ാമത്തെ കാര്യം പറയുന്നു, അദ്ദേഹം സ്വർണവും പട്ടും ധരിച്ചിരുന്നു എന്നുള്ളതാണ്. ആ പുസ്തകത്തിന്റെ 69-ാമത്തെ പേജിലെ മദീനയുടെ മസ്ജിദ് നബവിയുടെ മിമ്പറില് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടിയ അനുയായി വൃന്ദത്തോട് പറയുന്നു, സഹാബ, സ്വർണം നിങ്ങൾക്ക് ഹറാമാണ്, പട്ട് നിങ്ങൾക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. ആ കൽപ്പനകളെ ധിക്കരിച്ച മനുഷ്യനാണത്രേ ലോകം നിയന്ത്രിക്കുന്ന
നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, പേജ് നമ്പർ 68-ലും 69-ലും പറയുന്നുണ്ട്. CM മടവൂര് പരിപൂർണമായി ഷേവ് ചെയ്തിരുന്ന, താടി വടിച്ചു കളഞ്ഞിരുന്ന ഒരു മനുഷ്യനാണെന്ന് പറയുന്നു. ആറാമത്തെ പോയിന്റ്, അകാരണമായി തന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ടുള്ള മനുഷ്യനാണ് CM മടവൂര്. ഭാര്യയെ തിരിഞ്ഞു പോലും നോക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഏഴാമത്തെ പ്രത്യേകത, ഇടവേളയില്ലാതെ തുരുതുര സിഗരറ്റ് വലിച്ചിരുന്ന മനുഷ്യനാണ് CM മടവൂരെന്ന് ക്യാപിറ്റൽ ബുക്സ് ഓഫ് ഇന്റർനാഷണൽ എഴുതി വെക്കുന്നു. CM വലിയുള്ള കാരന്തൂര് മർക്കസിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുസ്തകമാണ്. തുരുതുര സിഗരറ്റ് വലിക്കുന്ന മനുഷ്യനാണ് എന്ന്. ഇനി അതുകൊണ്ട് അവസാനിക്കണില്ല. എട്ടാമത്തെ പോയിന്റ്, ഉമ്മാനോടും ഭാര്യമാരോടും സംസാരിക്കുക പോലും ചെയ്യാത്തൊരു മനുഷ്യനാണ്. പേജ് നമ്പർ 57. പ്രിയമുള്ളവരെ, നൊന്ത് പ്രസവിച്ച ഉമ്മാനോട്, വിവാഹം കഴിച്ച ഭാര്യയോട് സംസാരിക്കുക എന്ന മര്യാദ പോലും കാണിക്കാത്ത മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഒൻപതാമത്തെ പോയിന്റ്, അദ്ദേഹം മൂത്രിച്ചാൽ ശുദ്ധീകരിക്കാറില്ല, കഴുകാറില്ല. പേജ് നമ്പർ 97. ആരെങ്കിലും ശുദ്ധീകരിക്കാൻ ഇനി വെള്ളം ഉപയോഗിക്കാനുള്ള മടി കൊണ്ടാണോ കല്ല് കൊണ്ടുപോയി കൊടുത്താൽ ആ കല്ല് വലിച്ചെറിയുന്ന പ്രകൃതമായിരുന്നു CM മടവൂരിന്. ആ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത്. പത്താമത്തെ പോയിന്റ്, ഭക്ഷണം കഴിച്ചാൽ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചാൽ പണം കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാണ് CM മടവൂര്. അതിന് എക്സാമ്പിൾ പറയുന്നത്, കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടൽ ഉടമ അടിവസ്ത്രമല്ലാത്ത മുഴുവൻ വസ്ത്രവും ഊരി വാങ്ങിച്ചു വെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ, ആ മനുഷ്യനെയല്ല നമ്മൾ പറയുന്നത്. ആ വ്യക്തിത്വമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണോ മുസ്ലിം സമുദായം? ഇനി ഒന്നുകൂടെ നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം ലോകം നിയന്ത്രിക്കുന്നുവെങ്കിൽ കേവലം 130 ഗ്രാം തൂക്കം വരുന്ന തന്റെ കിഡ്നി നശിച്ചു പോയത് അറിയാത്ത വ്യക്തിത്വമായിരുന്നു CM മടവൂർ എന്ന് പറയുന്നത്. തന്റെ ബാത്റൂമിൽ കാല് വഴുതി വീണ് അടുത്ത കാല് വെച്ചാൽ ഞാൻ താഴെ വീഴുമെന്ന് അറിവ് പോലുമില്ലാതെ താഴെ വീണ് പരിക്ക് പറ്റി കിടപ്പിലാകേണ്ടി വന്ന ആളാണ് CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ. കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുമ്പോ മുന്നിൽ വന്ന് നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയാതിരുന്നൊരു വ്യക്തിത്വമായിരുന്നു CM മടവൂര്. പോട്ട് മനുഷ്യ, പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ കൈക്കൊമ്പിളിൽ അടങ്ങുന്ന ഒരു സ്പന്ദിക്കുന്ന ഹൃദയം നിലക്കുമ്പോഴാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയം നിലക്കുന്നത് പോലും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന മനുഷ്യനാണത്രേ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോ, ഇനി ആലപ്പുഴക്കാരോട് ഒരു നാടൻ വർത്താനം മാത്രം ഞാനെന്ന് പറയാൻ. ആലപ്പുഴയിലുള്ള ഒരു ഉന്നത ബിരുദധാരിയായ ഒരു മൊയ്ലിയാരെ, അദ്ദേഹം ഒരു സഖാഫി ആയിക്കോട്ടെ, അദ്ദേഹം നേരെ സൗദി അറേബ്യയിൽ പോയിട്ട് കഫീലിനോട് പറയാ, കഫീലെ, ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് ആരെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലെ, കേരളത്തിലെ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചിറ്റടിമേത്തിൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ലോകമൊക്കെ നിയന്ത്രിക്കുന്നത്. 6 അടി മണ്ണിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ചോദിച്ചാൽ അറബി ചോദിക്കുന്നത്, മജ്നൂനിയ സഖാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ സഖാഫി? ഇത്ര കാറ്റേ ഉള്ളൂ പ്രിയമുള്ളവരെ. എന്നിട്ടാണ് ഇന്ന് ഏറ്റവും വലിയ പണ്ഡിതരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയുന്നത്. അവിടെ നിന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, ഖുർആൻ പോലും പറയുന്നുണ്ട്, ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ അതാരാണ്? ഇമാം ഫഖ്റുദ്ദീൻ റാസി തന്റെ തഫ്സീറുൽ കബീറിലൂടെ പറഞ്ഞു, അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ റൂഹാണ് അഥവാ ഔലിയാക്കളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി തന്റെ തഫ്സീറിലൂടെ പറഞ്ഞു എന്ന് പറയുമ്പോ, ഈ ആലപ്പുഴയിലെ ആളുകളോട്, അറബി ഭാഷയുടെ പാഠങ്ങൾ പഠിക്കുന്നവരോട് ആണിയിട്ട് പറയുകയാണ്, ഫഖ്റുദ്ദീൻ റാസി എന്നല്ല, ലോകത്ത് കടന്നു വന്ന ഒരു മുഫസ്സിർ പോലും പറയാത്ത വാദമാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന്. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെന്ന് വന്നാസിയാത്തി ഉർഖ എന്ന് മുതൽ കടന്നു വന്ന 5 ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളിൽ, പ്രിയമുള്ളവരെ, ആയത്തിന്റെ തഫ്സീറുകളിൽ പറയുന്നത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുൽ മൗത്തിനെയാണ് പറയുന്നത് എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ജിബ്രീലും മീകായിലും ഇസ്രാഫീലും മലക്കുൽ മൗത്ത് അടക്കമുള്ള 4 മലക്കുകളെയാണ് അവരെ ഏൽപ്പിച്ച കാര്യത്തിൽ മറ്റൊരു തഫ്സീറുള്ളത്. അവിടെയാണ് കാന്തപുരം തെറ്റിദ്ധരിപ്പിച്ചത്, അന്നഹാഹിയൽ അർവാഹ്, അത് ആത്മാക്കളാണ് എന്ന് പറഞ്ഞു. ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്നല്ല പ്രിയമുള്ളവരെ, ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്നല്ല, അർവാഹുകൾ എന്ന് പറയാൻ കാരണം വന്നാസിആതി ഉർഖ എന്ന് പറയുന്ന ആയത്ത് മുതൽ വിശദീകരിച്ചു വന്നിട്ട് പറയാൻ, വദാലിക ലിഅന്ന നഫ്സൽ മയ്യതി തൻസഉ യുഖാലു ഫുലാനുൻ ഫിൻ നസ്അ വഫുലാനുൻ യൻസിഉ ഇദാ കാന ഫി സിയാഖിൽ മൗത്ത്, മരണത്തിന്റെ വേളയിൽ ആ വെപ്രാളത്തിൽ ആത്മാവിന്റെ പിടക്കലുകളാണ്. ഇതുകൊണ്ട് വൽ അൻഫുസ് നാസിആതുൻ ഇൻദ സിയാഖ്,
മരണത്തിന്റെ സന്ദർഭങ്ങളിലെ ശരീരത്തിലെ ആത്മാക്കൾ കിടന്ന് പിടക്കും. ആ പിടക്കുന്നതിനെയാണ്, അല്ലാതെ ലോകമാരം നിയന്ത്രിക്കുമെന്നില്ല എന്ന് പോലും ഇതിന്റെ തഫ്സീറുകളിലൂടെ കടന്നു വന്നു. അതല്ലാതെ കാന്തപുരം പറഞ്ഞതുപോലെ ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുമെന്ന് പറയുന്ന ഒരു വാക്കുമില്ല. യുദ്ധത്തിന്റെ രണഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന കുതിരകളാണ് എന്ന് തഫ്സീറുകളിലൂടെ കാണാം. രണഭൂമിയിലെ പടയാളികളാണെന്ന് തഫ്സീറുകളിലൂടെ കാണാം. ഒരൊറ്റ വാക്ക് മാത്രം പറയട്ടെ, ലോകം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. പ്രിയമുള്ളവരെ, ഈ പരിമിതമായ സമയത്തിൽ ബഹുമാന്യനായ ഷുക്കൂർ XMLA നമ്മുടെ നാട്ടുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. മഗ്‌രിബിന് മുമ്പുള്ള സമയം അതിനുകൂടെ ബാക്കി വെച്ച് എന്റെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത്ര ഗൗരവത്തോടുകൂടെ നിങ്ങളോട് പറയാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലയിൽ തകരാറ് വന്നു. ഒരു കാലത്തും സ്വർഗമില്ല. 5-ാം അധ്യായം 72-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നുവോ അവർക്ക് സ്വർഗം എന്നുള്ളത് ഹറാമാണ്. അവരുടെ സങ്കേതം കത്തിയാണെന്ന്, നരകം തന്നെയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യാൻ. മറ്റുള്ള തിന്മകളുണ്ടോ? അവന്റെ തൗഹീദ് കൃത്യമാണെങ്കിൽ അവക്കുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അള്ളാഹു സ്വർഗത്തിലേക്ക് മാറ്റിയേക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വലിയ പാതകം ശിർക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കണേ എന്നുള്ളതാണ്. പിന്നെ ഔലിയാക്കളോട്, അമ്പിയാക്കളോട്, മഹത്തുക്കളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് തേടുന്നത് എന്ന് പറയുന്ന ആളുകളോട്, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകരെ കാക്കണേ, രക്ഷിക്കണേ എന്ന്. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേര് പറഞ്ഞ് ആ പ്രവാചകന്റെ അടിമകളാണ് നമ്മൾ എന്ന് പറഞ്ഞ് നബിയോട് തേടുന്നവരെ പറന്നു വീണ മക്കയുടെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ ആ നാട്ടിൽ നിന്ന് ഇരുട്ടിന്റെ മറവിലെ കഅബാലയത്തിന്റെ അവിടെ വന്ന് കണ്ണീരോടെ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, അലിംതു അന്നക ഖൈറു അർളില്ല. എനിക്കറിയാം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാ. നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും പുറത്തു പോകില്ല എന്ന് പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോ ഉയരമുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോ തിരിഞ്ഞു നോക്കി എന്നാണ് കഅബാലയത്തെ ലക്ഷ്യമാക്കിയ ഒരു നോട്ടമാണ്. പിച്ചവെച്ച് നടന്ന മക്കയുടെ മണ്ണിനോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു തആല സമാധാനിപ്പിക്കുന്ന നബിയെ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാൻ, അങ്ങ് തിരിച്ചു വരും ഈ ഒരു നാട്ടിലേക്ക്. ഈ നാടങ്ങേക്ക് അനുവദനീയമാണ് നബിയെ. എന്തിനാ പ്രവാചകന്റെ ത്യാഗങ്ങള്? മക്കയിൽ നിന്ന് 10-60 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള തായിഫിന്റെ മലയിടുക്കുകളിൽ ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിയിച്ച് രക്തം വാർന്ന് ലോകത്തിന്റെ പ്രവാചകൻ ബോധരഹിതനായി താഴെ വീഴുമ്പോ, ഒരു തുള്ളി ദാഹജലം കൊടുക്കാതെ പ്രയാസപ്പെടുത്തുമ്പോ 600 ചിറകുകളോടെ ജിബ്രീൽ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭം, ഒരു വാക്ക് മതി റസൂലേ, അവരെ നശിപ്പിച്ചു കൊള്ളാമെന്ന് പറയുമ്പോ വേണ്ട, ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അത് മതി എന്ന പ്രവാചകന്റെ ത്യാഗം എന്തിനാണ് പ്രിയമുള്ളവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പ്രവാചകനോട് ഹൃദയത്തിന്റെ കോണിൽ സ്നേഹമുണ്ടോ? എങ്കിൽ ആ പ്രവാചകനോട് തേടാനില്ല. ആ പ്രവാചകൻ സൂറത്ത് ജിന്നിന്റെ 20-ാമത്തെ ആയത്തിൽ പറഞ്ഞ് റബ്ബിനോടുള്ള തേട്ടമാണ്. സാക്ഷാൽ ബദരീങ്ങളോട് തേടുന്ന ആളുകളുണ്ട്. അവരുടെ ജീവനും കയ്യും കാലും അവർ കൊടുത്തത് എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനുമാണ്. കഴിക്കാനുള്ള ഭക്ഷണമില്ലാതെ ഈത്തപ്പഴത്തിന്റെ മധുരം വായിൽ വെച്ച് നുകർന്ന് അടുത്ത സ്വഹാബത്തിന് കൈമാറി വന്ന പട്ടിണിക്കോലങ്ങള്, ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിൽ ഇറങ്ങുമ്പോ പടർന്നു പന്തലിക്കുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ, യുദ്ധത്തിന്റെ തലേ രാത്രി ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളോട് 300 ചില്ലാനം വരുന്ന സ്വഹാബത്ത് പോരടിക്കുമ്പോ എല്ലാ സ്വഹാബത്തിനെയും അല്ലാഹു ഉറക്കി കിടത്തുകയാണ്. ഖുർആനിന്റെ ഭാഷയാണ്, ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാണ്. എന്നാൽ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ലോകത്തിന്റെ മുത്താണ്, കക്ഷത്തിന്റെ വെള്ളക്കാടുമാർ ഇരുകരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തേടിയത്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ നിരം തുഅബദ അബദ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. മക്കൾ യതീമുകളാകുമോ, ഭാര്യ വിധവകളാകുമോ, കുടിലുകൾ അന്യായമായി പോകുമോ, ഒരു വേദനയുമില്ല, മറിച്ച് നിന്നെ മാത്രം ആരാധിക്കപ്പെടാൻ ആരും ഉണ്ടാകില്ല റബ്ബേ. ബദരീങ്ങൾ എന്തിനു പോരാടി? പ്രവാചകൻ എന്തിനു നൊമ്പരങ്ങൾ അനുഭവിച്ചു? ലോകത്തിലൂടെ കടന്നു വന്ന ഔലിയാക്കള് ഏതൊരു മാർഗത്തിന്റെ ത്യാഗം അനുഭവിച്ചുവോ അതെ അവരെ മുഴുവൻ ഉയർത്തിപ്പിടിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ ഹൃദയത്തിൽ അവരോട് അണുത്തൂക്കം സ്നേഹമുണ്ടോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാൻ
ശ്രദ്ധിക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ആഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ.